എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ സോൾവായി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഡ്രാഗനെ നമ്മുടെ വൺ പീസിൻ്റെ തുടക്കത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നിട്ടും നമ്മുടെ ഡ്രാഗൻ്റെ ഒരു പവറോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒരു എപ്പിസോഡ് 10 മിനിറ്റോ പോലും നമ്മുടെ ഡ്രാഗനെ ഇതുവരെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് വൺ പീസിൽ ആകെ ഇതുവരെ 1128 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡ്രാഗന് ഒരു 30 മിനിറ്റ് പോലും സ്ക്രീൻ ടൈം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നിട്ട് നമ്മുടെ ഡ്രാഗന് വളരെ ഹൈപ്പ് കൂടുതലാണ്. ഇത്രത്തോളം ഹൈപ്പ് നമ്മുടെ ഡ്രാഗന് കൊടുക്കേണ്ടതുണ്ടോ? ഡ്രാഗൻ ശരിക്കും സ്ട്രോങ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ഡ്രാഗൻ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ത്രെഡ് പൊസസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ഹെഡാണ് ഡ്രാഗൻ. അതുമാത്രമല്ല റവല്യൂഷണറി ആർമി ഇപ്പം തന്നെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ മെറിജോ അറ്റാക്ക് ചെയ്യുന്നത്. വൺ പീസിൽ ഇതുവരെ ആരും തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല മെറിജോ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ റവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പർ പോലും അവിടെ നിന്ന് ക്യാപ്ചർഡ് ആകുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഡ്രാഗൻ്റെ ലെവൽ തൻ്റെ ക്രൂമേറ്റ്സ് തന്നെ ഇത്രമാത്രം പവർഫുള്ളും അതുപോലെ തന്നെ ഇത്രമാത്രം ഇൻ്റലിജൻറ്റുമാണ്. അപ്പോൾ നമ്മുടെ ഡ്രാഗൻ എത്രമാത്രം പവർഫുൾ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിരിക്കും? ഇപ്പോൾ തന്നെ ഡ്രാഗൺ പവർഫുള്ളാണ് എന്ന് പറയാൻ നമുക്ക് ഒരു തരത്തിലുള്ള എവിഡൻസോ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ നമ്മുടെ ഡ്രാഗനെ പവർഫുള്ളാണെന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ കാരണമാക്കുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൻ്റെ ഫാമിലി അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ. നമുക്കറിയാം ഈ മങ്കി ഫാമിലിയിലുള്ള ആരും തന്നെ ഇതുവരെ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഗാർപ്പ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ലൂഫി ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും എത്രമാത്രം പവർഫുള്ളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ എല്ലാത്തരം ഹാക്കിലും ഇവർ രണ്ടുപേരും മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗന് 3 ടൈപ്പ് ഹാക്കീസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണോ എന്ന് ചോദിച്ചാൽ ആകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. നമുക്കറിയാം നമ്മുടെ ഡ്രാഗനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സീനിൽ ആ ടൗണിലെ ക്ലൈമറ്റ് തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ മിന്നലും ഇതൊക്കെ നമുക്ക് ആ ടൈമിൽ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബഗ്ഗി ആയിക്കോട്ടെ നമ്മുടെ ലൂഫിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു ലൈറ്റ്നിങ് ആണ് നമ്മുടെ ലൂഫിനെ സേവ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് നമ്മുടെ ഡ്രാഗൺ ചെയ്തതാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആകാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ വൺ പീസിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ പവർഫുൾ ഡെവിൾ ഫ്രൂട്ട് ആയിരിക്കും. ഒരു പക്ഷേ ടോപ്പ് 5 ഈ ഡെവിൾ ഫ്രൂട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രാഗനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡ്രാഗൻ്റെ ക്രൂമേറ്റ്സ് അല്ലെങ്കിൽ ഡ്രാഗൻ്റെ റവല്യൂഷണറി ആർമിയിലെ മെമ്പേഴ്സ് സാബോയുടെ അറ്റാക്കിൻ്റെ പേര് പോലും ഡ്രാഗൺ ഫിസ്റ്റ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു അറ്റാക്കാണ് നമ്മുടെ സാബോ വൺ പീസിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും നമ്മുടെ സാബോ തൻ്റെ അറ്റാക്കിൻ്റെ പേര് ഡ്രാഗൻ്റെ പേരുമായിട്ട് സാമ്യമുള്ളതായിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഇൻഫ്ലുവൻസ് നമ്മുടെ ഡ്രാഗൻ നമ്മുടെ സാബോൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഡ്രാഗൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ പവർഫുള്ളും ആയിരിക്കും, അതുപോലെ തന്നെ അത്രമാത്രം നല്ലൊരു മനുഷ്യനുമായിരിക്കും. പിന്നെ നമ്മുടെ ഡ്രാഗൻ്റെ പാസ്റ്റിൽ നമ്മുടെ ഡ്രാഗൻ ഒരു മെറീൻ ഓഫീസറാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം വന്നിട്ട് നമ്മുടെ ഡ്രാഗൻ എന്തിനായിരിക്കും നമ്മുടെ മെറീൻ സെക്യൂരിറ്റി ചെയ്തത്? അത് നമുക്ക് അധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻസിനെ കുറിച്ച് നമ്മുടെ ഡ്രാഗൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഡ്രാഗൻ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ബിട്രേ ചെയ്ത് റവല്യൂഷണറി ആർമി എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുമാത്രമല്ല നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ ചില ആൾക്കാർക്ക് മാത്രമേ പ്രത്യേകമായിട്ട് ടൈറ്റിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളൂ. അതിൽ ഒരാളാണ് നമ്മുടെ ഡ്രാഗൻ. വേൾഡ് വേസ്റ്റ് ക്രിമിനൽ എന്നാണ് നമ്മുടെ ഡ്രാഗനെ വേൾഡ് ഗവൺമെൻറ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടൈറ്റിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ കായ്ഡോ ഒന്ന് നമ്മുടെ വൈറ്റ് ബീഡ്. ഈ ഒരു രണ്ടുപേരും എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മുടെ മീഹോക്കു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗന് വളരെ പവർഫുൾ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡ്രാഗനെ കുറിച്ച് അറിയാവുന്നത്. എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ പുതുതായിട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മുടെ ഡ്രാഗൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ്സോ എന്തെങ്കിലും പുതുതായിട്ട് വരുന്നതായിരിക്കും. കാരണം നമ്മുടെ വൺ പീസ് ഏകദേശം എൻഡാവറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗന് തീർച്ചയായിട്ടും ഇനി മൂവ് നടത്തിയേ പറ്റൂ. നമ്മുടെ ഹോളി നൈറ്റ്സ് വരെ മൂവ് നടത്തി. ഇനി നമ്മുടെ ഡ്രാഗൻ മാത്രമാണ് മൂവ് നടത്താനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഉടൻ തന്നെ അതും കൂടെ കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ എനിക്ക് ഡ്രാഗനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിച്ച് ഓൾ ഓപ്ഷൻ ചെയ്ത് തൂക്കാൻ മറ്റൊരു കാണുന്നവർ ബൈ.